Hi my dear students, ഒരിക്കൽ കൂടി ഏവർക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു മെത്തേഡാണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്. ഇനി എപ്പോഴും അങ്ങനെ തന്നെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന കേസിൽ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു മെത്തേഡാണ്. ദാറ്റ് ഈസ് second method is called method of solving a homogeneous differential equation. That is second method, homogeneous differential equation. Homogeneous differential equation. Homogeneous differential equation എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിനു മുമ്പ് എന്താണ് ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. ഓക്കെ, അതിനായി നമുക്കൊരു ഫംഗ്ഷൻ എന്ന് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇതൊരു ഫംഗ്ഷൻ അല്ലെ, എക്സിലും വൈയിലും ഉള്ളൊരു ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് വൈ, എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ എഴുതുന്നത്. ഇത് ഒരു ഹോമോജീനിയസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ വേരിയബിൾസിന്റെ എല്ലാം ഡിഗ്രി സെയിം ആണോ നോക്കിയാൽ മതി. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സിന്റെ ഡിഗ്രി 2 ആണ്. ഇവിടെ വൈയുടെ ഡിഗ്രി വൈ ആണ്, വൈയുടെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഇതിനകത്ത് 2 ആണ്, ഇതിനകത്ത് 2 ആണ്. ഇത് എക്സിന്റെ ഡിഗ്രി 1 ആണ്, വൈയുടെ ഡിഗ്രി 1 ആണ്. അപ്പൊ രണ്ടും കൂടെ ഡിഗ്രീസ് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 + 1 2 ആണ്. അപ്പൊ അവിടെ എല്ലാം തന്നെ ഡിഗ്രി സെയിം ആയിട്ട് വരുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനൊരു ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിനും വൈക്കും പകരം നമ്മൾ ലാംഡ എക്സ് എന്നും ലാംഡ വൈ എന്നും വിളിക്കും, റീപ്ലേസ് ചെയ്യാം. വേർ ലാംഡ ഈസ് എ കോൺസ്റ്റന്റ്, എനി കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ലാംഡ എന്നുള്ളൂ അതിന്റെ മീനിങ് ഉള്ളൂ. കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സിന് പകരം നമ്മൾ ലാംഡ എക്സ് കൊടുക്കുമ്പോൾ this is lambda square x square plus lambda square y square plus 2 into lambda x into lambda y. So this is lambda square into x square plus lambda square into y square plus 2 lambda into lambda lambda square വരും, xy വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ലാംഡ സ്ക്വയർ ഒന്ന് പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് വരും അല്ലെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലാംഡ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എഫ് ഓഫ് എക്സ് വൈ. അപ്പോ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ സാധിച്ചാൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ സാധിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 എന്ന് നമ്മൾ പറയും. ഓക്കെ, എപ്പോഴും ഇങ്ങനെ 2 ആണ് നിർബന്ധമല്ല. ഇപ്പൊ വേണം 3 വരാം. ഇപ്പൊ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ടു 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി 3 എന്ന് പറയും. അപ്പോൾ ഇഫ് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ്സ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി n എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലാംഡ എക്സ് ലാംഡ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ പവറിൽ എഴുതാൻ സാധിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് പകരം സൈൻ എക്സ് സൈൻ വൈ ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് കോസ് വൈ
വേറൊരു ഫംഗ്ഷൻ ഞാൻ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ എന്ത് വരും? സൈൻ ലാംഡ എക്സ് പ്ലസ് കോസ് ലാംഡ വൈ എന്ന് വരും അല്ലേ? ഇതിനകത്തുനിന്ന് എനിക്ക് ഒരു ലാംഡ പുറത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം സൈൻ 2x ആണെങ്കിൽ 2 sin x നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അതുപോലെ കോസിന് അതുപോലെ തന്നെ. അപ്പം ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല, ലാംഡ ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ കോസ് വൈ, അല്ലെങ്കിൽ ഇസ് നോട്ട് ഈക്വൽ ടു ലാംഡ ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ എല്ലാ ഫംഗ്ഷനെയും ഇങ്ങനെ എഴുതാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എഴുതാൻ പറ്റിയാൽ that type of functions is known as a homogeneous function. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല, എഴുതാൻ പറ്റിയാൽ അത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ വേണമെങ്കിൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ 2 എന്ന കേസ് പറഞ്ഞു, 3 വരാം, 4 വരാം, വേണമെങ്കിൽ 0 വരാം, ലാംഡ റേസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെയും വരാം. ലാംഡ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ എഫ് ഓഫ് എക്സ് വൈ എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയും വരാം. അപ്പോ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് സെഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഈ ഫോമിൽ എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ നമ്മൾ പറയും ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി n എന്ന് പറയും. അപ്പൊ ഇതാണ് ഹോമോജീനിയസിന്റെ ഒരു ഡെഫിനേഷൻ. അപ്പൊ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്നാന്ന് നമുക്ക് മനസ്സിലായ മക്കളെ? യെസ്, ഇത്രയേ ഉള്ളൂ. എല്ലാ എക്സും വൈക്കും പകരം ലാംഡ എക്സും ലാംഡ വൈനും കൊടുക്കുക. ആ ലാംഡ എക്സും ലാംഡ വൈയും കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊരു ലാംഡയുടെ ഒരു ഏതെങ്കിലും ഒരു പവർ നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചാൽ ലാംഡ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. If we can write in such a form, then such an equation is known as a homogeneous equation. Okay? ഇനി ഇപ്പൊ നമ്മൾ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കണം dy by dx നമ്മൾ കണ്ടുപിടിക്കുക. സപ്പോസ് dy by dx is equal to, ഇപ്പോ നമ്മൾ പറയാം dy by dx is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ dy by dx is equal to x square plus y square divided by 2xy. ഇത് ഫംഗ്ഷൻ ആകാം. It's a function of x and y, isn't it? This homogeneous equation is this differential equation. This is a differential equation, and this differential equation is said to be homogeneous if f of x y means ഇതിനെയാണ് നമ്മൾ f of x y എന്ന് വിളിക്കുന്നത്. ഈ dy by dx എന്ന് എഴുതിയേക്കുന്നതിനാണ് നമ്മൾ f of x y എന്ന് വിളിക്കുന്നത്. So dy by dx is equal to f of x y is a function of x and y is said to be homogeneous if f of x y is a homogeneous function of degree 0. ഇതാണ് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ dy by dx ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എഴുതിക്കോളൂ മക്കളെ, a differential equation in the form dy by dx is equal to f of x y. A differential equation in the form dy by dx is equal to f of x y is said to be a homogeneous differential equation. Homogeneous differential equation if f of x y is a homogeneous function of degree 0. If f of x y is a homogeneous function of degree 0. That means നമ്മൾ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് ലാംഡ റേസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ സാധിച്ചാലാണ് നമ്മൾ ഇതിനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് dy by dx is said to be homogeneous differential equation if it's of homogeneous function of degree 0. Okay? In this case, ഇങ്ങനെ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി you have to give a substitution. Put y is equal to vx where y എന്നുള്ളതിന് പകരം നമ്മൾ vx എന്ന് കൊടുക്കുക. ഓക്കെ, y is equal to vx എന്ന് കൊടുത്താൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് v എന്ന് പറഞ്ഞാൽ y by x എന്ന് കൊടുക്കാം, എന്നായാലും കുഴപ്പമില്ല. v എന്ന് പറഞ്ഞാൽ y by x, എങ്ങനെയായാലും കുഴപ്പമില്ല.
put y is equal to vx, so that dy by dx is equal to what? ഇത് product rule apply ചെയ്യാം. First into derivative of x 1 plus x into derivative of v dv by dx. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാമല്ലോ. സോ ദാറ്റ് ഇസ് ദ മെത്തേഡ്. അപ്പോൾ എഴുതിക്കോളൂ മക്കളെ. അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് എഴുതിയല്ലോ. ഇനി അടുത്ത പാരഗ്രാഫ് എഴുതിക്കോളൂ. ടു സോൾവ് എ homogeneous differential equation, to solve a homogeneous differential equation, put y is equal to vx, so that dy by dx is equal to v plus x into dv by dx, so that dy by dx is equal to v plus x into dv by dx. Okay. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതിക്കൊള്ളുക. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോൾവ് അല്ല, പ്രൂവ് ദാറ്റ് dy by dx is equal to x plus y by x is a homogeneous differential equation, and hence solve it. Prove that this is a homogeneous differential equation and hence solve it. Okay. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്? ഇങ്ങനെ വന്നാൽ ആദ്യം dy by dx നെ നമ്മൾ f of xy എന്ന് വിളിക്കും. is equal to x plus y divided by x. Right? Okay. ഇനി നമ്മൾ f of lambda x lambda y ഒന്ന് കണ്ടുപിടിക്കാം. Replacing x by lambda x and y by lambda y. So it is lambda x plus lambda y divided by lambda x. Okay. So it is lambda can be taken out. X plus y divided by lambda x. ഇതിനെ നമുക്ക് lambda raised to ഇത് 1 ആണ്, ഇതും 1 ആണ്. So 1 minus 1 0 ആവും. Into x plus y divided by x എന്ന് വിളിക്കാം. That is lambda raised to 0 into f of xy. So f of lambda x lambda y is equal to lambda raised to 0 into f of xy. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? It's a homogeneous equation of it's a homogeneous differential equation, അല്ലെങ്കിൽ it's a homogeneous equation of degree 0. അങ്ങനെ ഡിഗ്രി 0 ഉള്ള homogeneous equation ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ homogeneous differential equation എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിൻസ് f of lambda x lambda y is equal to lambda raised to 0 into f of xy, comma, this is a homogeneous differential equation. It's a homogeneous differential equation. Okay. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കറിയാം dy by dx is equal to ഇത് ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം എഴുതാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കണേ? അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എഴുതാം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. dy by dx is equal to ക്വസ്റ്റ്യൻ x plus y divided by x എന്നായിരുന്നു. ഇങ്ങനെ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇങ്ങനെയുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് y is equal to vx, right? So that dy by dx is equal to ഇതിന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. v into derivative x is 1 plus x into derivative v is dv by dx. Okay. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് കൊടുക്കാം v plus x into dv by dx is equal to x ന് മാറ്റമൊന്നുമില്ല, y ക്ക് പകരം vx divided by x. Okay. നമുക്ക് വേണമെങ്കിൽ ഒരു that's equal to ഒരു x വേണമെങ്കിൽ പുറത്തെടുക്കാം. 1 plus v divided by x എന്ന് വരും. ഈ x കട്ടായി പോകും. സോ ലെഫ്റ്റ് സൈഡ് എന്നാണ് v plus x into dv by dx. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു v plus x into dv by dx is equal to 1 plus v എന്ന് വരും.
ഈ ബിയും കട്ടായി പോകും. സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 എന്നാവും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഡി വി അത് മാത്രം ഇവിടെ നിർത്തുക. ക്രോസ് ചെയ്യുമ്പം ഡി എക്സ് മുകളിലേക്ക് പോകും, എക്സ് താഴോട്ട് വരും. കണ്ടോ, ഇപ്പൊ ഇത് വേരിയബിൾ സെപ്പറേറ്റഡ് ആയി. അതേസമയം നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ ഈ ഡി എക്സിന്റെ കൂടെ എക്സും വൈയും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സിന്റെ കൂടെ ഈ എക്സും വരും വൈയും വരും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വേരിയബിൾസ് ഡയറക്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മെത്തേഡ് കൊടുത്തുകൊണ്ട് ഇതിനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നൗ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രൽ v is dv is v. ഇന്റഗ്രൽ 1/x is log x പ്ലസ് നമ്മുടെ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് c എന്ന് എഴുതാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ log c എന്നൊക്കെ എഴുതാം, കുഴപ്പമില്ല. നൗ വാട്ട് ഈസ് v? v എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പേരാണ് v എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ v എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to vx ആണെങ്കിൽ v മാത്രം ഇവിടെ നിർത്തുവാണെങ്കിൽ x താഴോട്ട് വരും അല്ലേ, y by x എന്നാവും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണം. സോ y by x is equal to ഇത് നമുക്ക് വേണമെങ്കിൽ log cx എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ. വേണമെങ്കിൽ ഇത്രയും കൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, വേണമെന്നില്ല, ഇവിടെ കൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ. ഇനി അല്ല എങ്കിൽ വേണമെങ്കിൽ ഇത്രയും കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നതാണല്ലോ log cx is equal to y by x എന്നാണ് അല്ലേ. ഇതിന്റെ ബേസ് e ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, e raised to y by x ഇങ്ങോട്ട് വരുമല്ലോ, is equal to cx. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇല്ലെങ്കിലും ഇവിടെ കൊണ്ട് നിർത്തിയാലും യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായല്ലോ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ്. അപ്പൊ ആദ്യം ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഹോമോജീനിയസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പുട്ട് y is equal to vx കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലൂടെ പോയതുപോലെ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. ഇത് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിക്കൊള്ളുക. ഷോ ദാറ്റ് x into dy by dy minus y into dx is equal to square root of x square plus y square into dx is a homogeneous differential equation and hence solve it. Prove that x into dy minus y into dx is equal to square root of x square plus y square into dx is a homogeneous differential equation and hence solve it. Okay. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സോ ആദ്യം നമുക്ക് അതിന് dy by dx എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം dx ന്റെ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. സോ x into dy is equal to square root of x square plus y square plus y into dx, right? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ dy by dx എന്ന് കണ്ടുപിടിക്കാം. സോ dy by dx is equal to, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ, നമ്മൾ ഇതിവിടെ ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് y dx ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് y dx ആയി, dx കോമൺ ആയിട്ട് എടുത്തു. സോ dy by dx is equal to എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓ, അത്രയും വലിയ സ്ക്വയർ റൂട്ട് വേണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്കൊന്ന് തിരിച്ചു പോവാം. ചെറുതാക്കി വരച്ചപ്പം ഇത്തിരി വെറുതെ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, അത് മാത്രമേ ഉള്ളൂ റൂട്ടിനകത്തുള്ളൂ, പ്ലസ് y ഡിവൈഡഡ് ബൈ x. ഓക്കെ, ഇപ്പൊ ഇതൊരു എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷനായി മാറി. അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഹോമോജീനിയസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യണേ. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ഒന്ന് തിരിച്ചെഴുതാം. y പ്ലസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ x. ഇങ്ങനെ എഴുതാനുള്ള കാരണം ഈ റൂട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കും ഒക്കെ എഴുതിയൊക്കെ പോകാനുള്ള, പിന്നെ മാത്രമല്ല ഈ പ്ലസ് എന്ന് പറഞ്ഞ ചിലപ്പോൾ അകത്താണോ പുറത്താണോ എന്നൊക്കെ തോന്നാനുള്ള ഒരു സന്ദേഹം ഉണ്ടാകാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ f of x y എന്ന് എടുക്കാം. ലെറ്റ് f of x y is equal to y plus square root of x square plus y square divided by x. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? f of lambda x lambda y നോക്കണം അല്ലേ. അപ്പോൾ f of lambda x lambda y നോക്കാം.
Now f of lambda x lambda y is equal to, replace y by lambda y, x by lambda x. So lambda y plus square root of lambda square x square plus lambda square y square divided by lambda x. Right? Yes. So it is equal to lambda y plus, ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് ലാംഡ സ്ക്വയർ പുറത്തെടുക്കാം. അത് റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ ലാംഡ എന്നാവും അല്ലേ. ലാംഡ സ്ക്വയർ ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതിയേക്കാം. ലാംഡ വൈ പ്ലസ് റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് എന്ന് വരും. ഈ ലാംഡ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ ലാംഡ എന്നായി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് എന്നായി. റൈറ്റ്? ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ വീണ്ടും പുറത്തെടുക്കാം. അപ്പോൾ വൈ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് എന്നായി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലാംഡ റേസ് ടു 0 എന്ന് എഴുതാം. ഇത് മേളിൽ ചെല്ലുമ്പോൾ then y plus square root of x square plus y square divided by x എന്നായി അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, y plus root of x square plus y square divided by x എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ f of x y തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? f of lambda x lambda y is equal to അല്ലേ, f of lambda x lambda y is equal to എന്ത് വരും? lambda raised to 0 into f of xy. ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ we can say that it is a homogeneous function of degree 0 and that's why it is a homogeneous differential equation. Therefore it is a homogeneous differential equation. Homogeneous differential equation. Okay. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് y is equal to px. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ dy by dx കണ്ടുപിടിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ dy by dx. അപ്പോൾ നമ്മൾ അതിനകത്ത് yക്ക് പകരം vx കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊന്ന് എഴുതിയിട്ട് പോകാം. dy by dx is equal to ഒന്നും എഴുതാം, y പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ. എന്നിട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്താൽ മതിയാവും. സോ പുട്ട് y is equal to bx. Put y is equal to bx so that dy by dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? Such that dy by dx is equal to v plus x into dv by dx, right? So v plus x into dv by dx is equal to y ക്ക് പകരം vx plus x square plus v square x square divided by x, right? Okay. So vx plus ഇതിനകത്ത് നമുക്ക് എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. അപ്പോൾ എക്സ് എന്ന് വരും റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. എന്നിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു എക്സ് പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു വി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. എക്സ് കട്ടായി പോകും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ആക്ച്വലി വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താവും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് വി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ എന്ന് വരും. വി കട്ടാകും. എന്നാ വരും? എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ, റൈറ്റ്? യെസ്. അപ്പോൾ ഇനി നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പാകത്തിനായി ഇവിടെ ഡി വി ഉണ്ട്. ഡി വി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി എക്സ് മുകളിലേക്ക് വരും. ഡി എക്സ് ബൈ എക്സ് എന്നായി. ഇനി ഇതിപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മതിയോ? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ്. അപ്പോൾ ലോഗ് വി പ്ലസ് root of 1 plus v square is equal to log x എന്ന് വരും അല്ലേ. പ്ലസ് നമുക്ക്
സി എന്ന് എഴുതാം. ആ സിക്ക് പകരം നമുക്ക് ലോഗ് സി എന്ന് എഴുതാം. ലോഗ് സി കാരണം ഇവിടെ എല്ലാം ലോഗരിതം വന്നിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇതിനെ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ളത് ലോഗ് എ ബി എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ലോഗ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ. ഓക്കെ മക്കളെ, ലോഗരിതം രണ്ട് സ്ഥലത്തും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ എടുത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എക്സ്. ലോഗരിതം എടുത്താൽ ഇതുപോലെ വരും. ഓക്കെ, ഇനി നമ്മൾ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ എടുത്തേക്കണ y ഈസ് ഈക്വൽ ടു വി എക്സ് എന്നാണ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ബൈ എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എക്സ്. ഓക്കെ, ഇനി ഇത്രയും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇത്ര എഴുതിയാലും മതിയാവും, ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ചെയ്യാം. y ബൈ എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എക്സ്. ഇത് നമുക്ക് റൂട്ടിന് പുറത്ത് ചാടിക്കാം. പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ്. സോ ഇതിന്റെ ന്യൂമറേറ്റർ ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എക്സ് എന്ന് എഴുതാം. വൈ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എക്സ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y plus square root of x square plus y square is equal to z x square. So that's the solution. So y plus square root of x square plus y square is equal to c x square. So that is the solution of this differential equation. Okay മക്കളെ, ഇത് 2012 ചോദിച്ച എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നേരിട്ട് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിൽ നമ്മളതിനെ ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അത് ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ദെൻ അത് നമുക്കറിയാമല്ലോ, എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. അങ്ങനെ എഴുതാൻ സാധിച്ചാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ്. ഇനി ഹോമോജീനിയസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും? നമുക്ക് ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് y ഈസ് ഈക്വൽ ടു vx. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറിക്കോളും. ഓക്കെ മക്കളെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ ചെയ്തത്? ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ഇത്തിരി ലെങ്തി ആണ്, ബട്ട് സിമ്പിൾ ആണ്. നമ്മളിന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം. എവിടെയെങ്കിലും വെച്ച് തെറ്റിപ്പോയാൽ, കോൺസെൻട്രേഷൻ പോയാൽ തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വലിയ പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.